ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പോ ലേക്കാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്പോ ലേക്കിൽ ക്യാമ്പ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ലവ് ലേക്കും മൽകുതിരയും ഒന്ന് വിസിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് തന്നെയാണ്. എന്നാലും നമുക്ക് കൂടുതൽ വാഷ്റൂം ഫെസിലിറ്റി ഉള്ളത് തോന്നിയിട്ടുള്ളത് എക്സ്പോ ലേക്കിലാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് മിക്കവാറും ഉള്ള വർഷങ്ങളിലൊക്കെ പോകാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് ഈ കുതിര ലേക്കിലൊക്കെ ഒന്ന് പോകണമെന്ന് പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് വരുവാണ് ഉണ്ടായത്. നമ്മൾ ലവ് ലേക്കിലേക്ക് പോകുമ്പോൾ ആദ്യം മൽകുതിര ക്യാമ്പിംഗ് ഏരിയ ആണ് വരുന്നത്. അതിനുശേഷമാണ് ഫ്ലെമിംഗോ ലേക്കും ലവ് ലേക്കും വരുന്നത്. ലവ് ലേക്ക് കൂടുതലും നമുക്കൊരു ഡേ വിസിറ്റിന് പറ്റിയ ഒരു സ്ഥലമാണ്. ഈവനിങ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം, സൺസെറ്റും ഒക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെയാണ് കൂടുതലും ലവ് ലേക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്. ക്യാമ്പിംഗ് അലൗഡ് ആണെങ്കിലും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയയിൽ മാത്രം തന്നെ അവിടെ ക്യാമ്പിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ കുതിരയിലേക്കാണ് നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിട്ടും ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയധികം ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ അധികം ഏരിയയും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കുതിരയിലേക്ക്. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഇവിടെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സ്പോ ലേക്കിൽ ഇപ്രാവശ്യം നമുക്ക് മീനുകളെ ഒട്ടും കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അരയന്നങ്ങളും താറാവും ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഒരുപാട് ഫിഷുകളും ഒക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അൽകുതിരയിൽ ക്യാമ്പിംഗ് മാത്രമല്ല, സൈക്ലിങ് അതുപോലെ തന്നെ ബേർഡ് വാച്ചിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം തന്നെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒത്തിരി ട്രാക്കുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. പിന്നെ ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ക്യാമ്പിംഗ് ഏരിയയുടെ ഭാഗത്തായിട്ട് തന്നെ ടവറുകളുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ബേർഡ് വാച്ചിങ് ചെയ്യാം. അതുപോലെ തന്നെ സൺസെറ്റും, ഇവിടുത്തെ സൺസെറ്റ് വളരെ മനോഹരമാണ്. അപ്പം ക്യാമ്പിങ്ങിന് വരുന്നവരൊക്കെ സൺസെറ്റിന് മുന്നേ ആയിട്ട് വരുവാണെങ്കിൽ ആ ഒരു സൺസെറ്റും കൂടി എൻജോയ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് പോവാം. ലെഫ്റ്റ് സൈഡിൽ ആ കൂട്ടായിട്ട് നിൽക്കണുണ്ടോ? പോവല്ലേ മക്കളെ, പിടിച്ചോടാ, എനിക്ക് വേണം ഒരെണ്ണം വളർത്താൻ. ആ പോണോക്കി പോണ്ടോ? അവര് തിരിച്ചു വരുന്നുണ്ട്. ചെറിയ ഡക്ക്, ബേബി ഡക്ക്. അത് ഡക്കാണോ? മറ്റേ കിളിയല്ലേ? മോളെ അരയന്നമേ, ഓയ് സുന്ദരി, സുന്ദരിയാണോ? സുന്ദരി ഒറ്റക്കാലിൽ നിൽക്കണോ നോക്കിയോ ഫ്ലമിംഗോ? എന്റെ കഴുത്തിരിക്കുന്നുണ്ടല്ലേ XYZ പോലെയൊക്കെ ഇങ്ങനെ. നല്ല ഭംഗിയുണ്ട്. എന്റെ ഒരു കാല് പൊക്കിച്ചിട്ടുണ്ടോ? ഓൾറെഡി ഒരു ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എക്സ്പോ ലേക്കിൽ അത്യാവശ്യം രാവിലെ തന്നെ കുറേ നടത്തിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാത്തത്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഒത്തിരി ജീവജാലങ്ങൾ അവർക്ക് അങ്ങനെ അധികം പേടിയൊന്നുമില്ല. എപ്പോഴും ആൾക്കാരെ കണ്ട് ശീലമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നന്നായിട്ട് അടുത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു ട്രിപ്പ് നമ്മൾ ഇവിടത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ വെറൈറ്റി ഡക്കുകൾ, പിന്നെ ഒരു നീല കളറിലുള്ള കുറേ കിളികൾ, അതുപോലെ ഫസന്റ്, അങ്ങനെ കുറേ ജീവികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ലവ് ലേക്കിലേക്ക് വന്നുവെങ്കിലും അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലവ് ലേക്കിൻ്റെ ഉൾഭാഗത്ത് കുറച്ചധികം ഏരിയ നമുക്ക് നടന്ന് കാണാനുള്ളതാണ്. മെയിനായിട്ട് അവിടെ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും, ഡക്കിനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഫുഡൊക്കെ അവിടുത്തെ ഫുഡ് തന്നെയാണ്, നമ്മൾ പുറത്തുനിന്ന് ഒന്നും കൊണ്ടുപോയി ഫീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ദിവസത്തേക്ക് ആ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ എക്സ്പോ ലേക്കിലേക്ക് പോകുമ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് കച്ചാ റോഡ് തന്നെയാണ് കുറച്ചധികം ദൂരം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കൂടിയ റോഡും കുറഞ്ഞ റോഡും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ക്യാമലിനെയൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.